ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കാശ്മീരാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗുൽമർഗിലേക്കാണ് ഇനി പോണേന്ന്. അപ്പോൾ നമ്മൾ ടാക്സിക്കാരൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഗുൽമർഗിലേക്ക് പോകാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് അവിടേക്ക് പോകണം, വണ്ടി വിളിക്കണം. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളിങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ മേളിലേക്ക് പോകണം. അപ്പോൾ നല്ല രസമാണ് പോണ വഴിയിലൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ ക്യൂ നിൽക്കുന്നത് ഗൊണ്ടോള കേബിൾ കാർ റൈഡിന് പോകാനായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ മലയാളീസിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാളീസ് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കേബിൾ കാർ റൈഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളി മരങ്ങൾ, സ്നോ ഫുള്ള് കാണാട്ടോ. പിന്നെ ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലാണ് പോവുക. ഞാനും ചാണു പിന്നെ ഗൈഡും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേര് ഒരുമിച്ചാണ് പോവുക. അപ്പോൾ അങ്ങനെ അടുത്ത ആക്ടിവിറ്റിക്കായിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ വെച്ചിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്നോയിലൊക്കെ അത്യാവശ്യം നേരം കളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ആക്ടിവിറ്റിക്ക് പോയുള്ളൂ. കുറേ ആൾക്കാരായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ്, സീസൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ ചേട്ടാ അതൊക്കെ ആക്ടിവിറ്റിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ സ്നോയിൽ കളിച്ചു എന്ന് പറഞ്ഞില്ലേ, നല്ല കളി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡിനെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസും അല്ല വീഡിയോ ഒക്കെ നമുക്ക് ആൾ തന്നെയാണ് എടുത്തു തരുന്നുണ്ടായത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുള്ള് സ്നോയിൽ നമുക്ക് സ്നോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ കാണിക്കേണ്ടതെന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ കുറേ സ്നോക്ക് എടുത്ത റീല് സംഭവിക്കായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വയ്യാണ്ടായിട്ട് നല്ല തണവുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഇതിൽ കിടക്കുമ്പോൾ മനസ്സിലായില്ല. പിന്നെ റൂമിലെത്തിയപ്പോഴാണ് നല്ല ബുദ്ധിമുട്ട് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് കുറേ ടൈമൊക്കെ പോയിട്ട് നമ്മുടെ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആക്ടിവിറ്റിക്ക് പോയി. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പലകേമ ഇരുന്നിട്ട് വരലാണ്. അപ്പോൾ ആദ്യം ഞാൻ വേറൊരു ആളുടെ കൂടെയാണ് പോയത്. പിന്നെ ചേട്ടൻ വേറെ സെപ്പറേറ്റ് അങ്ങനെയാണ് പോയത്. പിന്നെ അവർ നമ്മളെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും അങ്ങനെ പോയത്. ചില സമയത്ത് ഇങ്ങനെ വീഴലൊക്കെ ഉണ്ടായിട്ടാണ്. പിന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഇങ്ങനെ നേരിട്ട് നമ്മളൊരു 7 കിലോമീറ്റർ കേബിൾ കാർ റൈഡിൽ പോയ പോലെ ആ ഒരു 7 കിലോമീറ്റർ നമ്മൾ തിരിച്ചു വരണത് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിൽ തന്നെ വരണം കാണാൻ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇടിക്കുമ്പോൾ ബാക്ക് നല്ല പെയിനാവും. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമായില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 5 o'clock 5:30 ഒക്കെ ആയി. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളെ അടുത്ത ഡേ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.